ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലേക്ക് എത്തുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് വരികയെന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. കുടിയേറ്റ നിയന്ത്രണം, സമ്പദ് വ്യവസ്ഥ, വിദേശ നയം, ഗർഭചിത്രം തുടങ്ങിയ വിഷയങ്ങളെല്ലാം ഉയർത്തിക്കാട്ടിയാണ് ട്രംപ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. ഇക്കാര്യങ്ങളിൽ ട്രംപ് നിലപാട് കൃത്യമായി സ്വീകരിക്കുമെന്ന് ഉറപ്പായിരിക്കുകയാണ്. ട്രംപ് അധികാരത്തിലെത്തിയാൽ ഉടൻ തന്നെ മാറ്റം വരുത്താൻ സാധ്യതയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ട്രംപ് ആദ്യ തവണ അധികാരത്തിലെത്തിയപ്പോൾ US കുടിയേറ്റ നയങ്ങളിൽ കാര്യമായ മാറ്റങ്ങൾ കൊണ്ടുവന്നിരുന്നു. അത് ബിസിനസ്സുകളെയും വ്യക്തികളെയും ഒരുപോലെ ആഴത്തിൽ സ്വാധീനിക്കുകയും ചെയ്തു. ട്രംപ് ജനുവരിയിൽ അധികാരമേറ്റ ഉടൻ തന്നെ US അതിർത്തികൾ അടയ്ക്കുകയും അനധികൃത കുടിയേറ്റക്കാർക്ക് നാടുകടത്തലിന് വിധേയരാകേണ്ടി വരുമെന്നുമാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ദേശീയ സുരക്ഷ വർദ്ധിപ്പിക്കുക എന്ന പ്രഖ്യാപിത ലക്ഷ്യത്തോടെ വിസ അപേക്ഷകർക്കായി ഭരണകൂടം കർശനമായ പരിശോധനാ സംവിധാനമാണ് അവതരിപ്പിക്കുക എന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇത് ദൈർഘ്യമേറിയ പ്രോസസ്സിംഗ് സമയത്തിനും അപേക്ഷകരുടെ പശ്ചാത്തലങ്ങളുടെ സൂക്ഷ്മ പരിശോധനയ്ക്കും കാരണമാകും. US വിസകൾ നൽകുന്നതിന് ബ്യൂറോ ഓഫ് കോൺസുലർ അഫയേഴ്സ് മേൽനോട്ടം വഹിക്കുന്ന US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ആദ്യത്തെ ട്രംപ് ഭരണകൂടത്തിന്റെ ഫലമായുണ്ടായ ജീവനക്കാരുടെ കുറവിൽ നിന്ന് ഇതുവരെ കരകയറിയിട്ടില്ല എന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ട്രംപിന്റെ ആദ്യകാലത്ത് നേരിട്ട പോലെ വിസ അപേക്ഷകർക്കും അവർ ജോലി ചെയ്യുന്ന US കമ്പനികൾക്കും വിസ ഇന്റർവ്യൂ അപ്പോയിന്റ്മെന്റുകൾക്കായി വളരെ നീണ്ട കാത്തിരിപ്പ് വേണ്ടി വന്നേക്കാം. പതിവിൽ കൂടുതൽ അഡ്മിനിസ്ട്രേറ്റീവ് പ്രോസസ്സിംഗ് കാലതാമസം കൂടാതെ ഉയർന്ന വിസ നിരസിക്കൽ നിരക്കുകൾ എന്നിവ പ്രതീക്ഷിക്കാം. US-ലേക്ക് മടങ്ങാൻ കഴിയാത്തതിനാൽ വിദേശ തൊഴിലാളികൾക്ക് ജോലിക്കായി അന്താരാഷ്ട്ര തലത്തിൽ യാത്ര ചെയ്യാൻ സാധിക്കാതെ വന്നേക്കാമെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. നിർമ്മാണം, ഹോസ്പിറ്റാലിറ്റി, കൃഷി തുടങ്ങിയ മേഖലകളിലെ തൊഴിലുടമകൾക്ക് റെയ്ഡുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നേരിടേണ്ടി വന്നേക്കാം. റെയ്ഡുകൾ US-ൽ സ്ഥിരമായി ജോലി ചെയ്യാൻ അധികാരമുള്ള തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള അംഗീകൃത തൊഴിലാളികളെ പോലും റിക്രൂട്ട്മെന്റും റിക്രൂട്ട് ചെയ്യലിനും കാര്യമായി ബാധിക്കുമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. വിസയ്ക്കും ഗ്രീൻ കാർഡുകൾക്കുമായി ജീവനക്കാരെ സ്പോൺസർ ചെയ്യുന്നതിനുള്ള ചെലവ് വർദ്ധിപ്പിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ സാധിക്കില്ല. ഇമിഗ്രേഷനുമായി ബന്ധപ്പെട്ട ചെലവുകൾ കൈകാര്യം ചെയ്യാൻ കൂടുതൽ തുക മുടക്കേണ്ടതായി വരും. ഇൻകമിംഗ് അഡ്മിനിസ്ട്രേഷന് കീഴിൽ ഉയർന്ന ഇമിഗ്രേഷൻ ചെലവുകളിലേക്കും പിന്നീട് ചിലതിലേക്കും തൊഴിലുടമകൾക്ക് ഒരു തിരിച്ചുവരവ് പ്രതീക്ഷിക്കാമെന്നും റിപ്പോർട്ടുകളുണ്ട്. ബൈഡൻ അധികാരമേറ്റതിനു ശേഷം H-1B വിസ അപേക്ഷകൾക്കുള്ള നിരസിക്കൽ നിരക്ക് 2 മുതൽ 3% വരെയാണ്. ട്രംപിന്റെ കീഴിൽ H-1B നിരസിക്കൽ നിരക്ക് 8 മുതൽ 15% വരെയുള്ള 3 ഇരട്ടിയിലധികമായിരുന്നു. ഇത്തവണ ട്രംപ് അധികാരമേൽക്കുമ്പോൾ ഇക്കാര്യത്തിൽ ഇനിയും വർധനവുണ്ടാകും. ട്രംപ് കഴിഞ്ഞ തവണ അധികാരമേറ്റെടുത്തപ്പോൾ പെട്ടെന്നുള്ള നയമാറ്റങ്ങൾ, കുറഞ്ഞ സേവന നിലവാരം തുടങ്ങിയ ചില തീരുമാനങ്ങൾ ജീവനക്കാർക്കും ബിസിനസ്സുകാർക്കും ഇടയിൽ ആശങ്ക സൃഷ്ടിച്ചിരുന്നു. അനധികൃത കുടിയേറ്റത്തിനെതിരെയുള്ള നിലപാടുകൾ, പണപ്പെരുപ്പവും വിലക്കയറ്റവും തടയാനുള്ള മാർഗങ്ങൾ എന്നിവയിൽ പ്രതീക്ഷയർപ്പിച്ചാണ് ട്രംപിനെ അമേരിക്കൻ ജനത 2ാം തവണയും പ്രസിഡന്റായി തെരഞ്ഞെടുത്തതെന്നാണ് ട്രംപിന്റെ വിജയത്തിന് പിന്നാലെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. ജനുവരി 20-ന് വീണ്ടും അമേരിക്കൻ പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്തതിനു ശേഷം ചരിത്രത്തിലെ ഏറ്റവും വലിയ നാടുകടത്തൽ ആരംഭിക്കുമെന്ന് ട്രംപ് ഉറപ്പു പറയുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ട്രംപ് അധികാരത്തിലെത്തുമ്പോൾ വരാൻ പോകുന്ന മാറ്റങ്ങളെ വളരെ കാര്യമായാണ് ലോകം ഉറ്റുനോക്കുന്നത്.